സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ വീഡിയോ ടേസ്. ഇന്ന് നമ്മൾ അടിച്ചു മാറ്റാൻ നമ്മളെ കാറെന്ന് വെച്ചാൽ ഈ ലോകത്ത് ആരും അടിച്ചു മാറ്റാത്തൊരു വെറൈറ്റി കാറാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി റിയൽ ഷിൻചാൻ്റെ അടുത്ത് പോയി പറയാം. പിഞ്ചാൻ പോയി ഗൈസ്. നമുക്ക് റിയൽ ഷിൻചാൻ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അറിയാൻ ഷിൻചാൻ, ഞാൻ പെട്ടെന്നൊരു സ്ഥലം വരെ പോയിട്ട് വരാം. സോ ഗൈസ്, നമ്മളെ റിയൽ ഷിൻചാൻ്റെയും പിഞ്ചാൻ്റെ അടുത്തും പറഞ്ഞിട്ട് പിഞ്ചാൻ ഇല്ല ഗൈസ്. നമ്മളെപ്പോഴും പിഞ്ചാൻ്റെ കാര്യം ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിയൽ ഷിൻചാൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു സ്ഥലം വരെ പോകുന്ന. അവർക്കറിയില്ല നമ്മൾ എവിടെയാണ് പോകണമെന്ന്. അവർ നമ്മളെ പറഞ്ഞുവിടാനൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഹലോ. അപ്പോൾ ശരി, ഞാൻ പോയിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ സ്ഥിരം പരിപാടി ഡൊമിങ്കോസിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ കാറിൻ്റെ ലൊക്കേഷൻ ചോദിക്കാം. ഗൈസ്, ഞാൻ കുറേ കാലമായി വീടിൻ്റെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട്, അത് കാരണം നമ്മൾ ഡൊമിങ്കോസിൻ്റെ വീട്ടിലേക്കുള്ള വഴിയൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ വലുതായിട്ട് മറത്തൊന്നുമില്ല, ചെറിയ ഓർമ്മകളൊക്കെ ഉണ്ട്. കാരണം എൻ്റെയും ഡൊമിങ്കോസിൻ്റെ വീട് അടുത്തല്ല, അത് കാരണം. പക്ഷേ നമ്മുടെ കാർ അടിച്ചു മാറ്റാൻ പോകുന്ന സ്ഥലങ്ങൾ, കൺസ്ട്രക്ഷൻ സൈറ്റ്, അങ്ങനത്തെ സ്ഥലങ്ങളുടെ ലൊക്കേഷനൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഇന്ന് കാർ എവിടെയാണെന്നറിയില്ല. കൺസ്ട്രക്ഷൻ സൈറ്റ് എങ്ങനെയാണെങ്കിൽ നമ്മൾ കുറേ കിടന്ന് ചുറ്റി തിരിയേണ്ടി വരും. നമ്മളെ കാറിൻ്റെ സ്പീഡോമീറ്റർ നോക്കിയാൽ പറയാം നമ്മൾ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. പക്ഷേ ഞാൻ ഭയങ്കര പ്രോ ഡ്രൈവറായാണ്, എനിക്കൊന്നും വിഷയമല്ല. ഒറ്റയടിക്ക് ബ്രേക്ക് ഇട്ട് കയറ്റി ഡൊമിങ്കോസിൻ്റെ ആഡംബരമായ വീട്ടിലേക്ക് നമ്മൾ കയറുവാണ്. കണ്ടോ, സെൻസർ ഗേറ്റൊക്കെ അതൊക്കെ റിച്ച് അല്ലേ. പിന്നെ നമുക്കങ്ങനെ ഇവിടെ പാർക്ക് ചെയ്ത് നമ്മുടെ ഡൊമിങ്കോസിൻ്റെ അടുത്ത് ലൊക്കേഷൻ കഴിക്കാം. ആ മണ്ടൻ ഇതുവരെയായിട്ട് ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ആഴവും കൂട്ടിയിട്ടില്ല. പിന്നെ അകത്തേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലായി, ആ സ്റ്റെയറിന് ഒരു കൈവരിയും വെച്ചിട്ടില്ല. മിക്കവാറും ഞാൻ കയറുമ്പോൾ അല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ എപ്പോഴും വീണ സ്ഥലം അത്. ഈ വട്ടവും അങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല, നോക്കാം. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ഡൊമിങ്കോസേ മോനെ, ഇവിടെ നമ്മുടെ കാറിൻ്റെ ലൊക്കേഷൻ എവിടെയാന്ന് വെച്ചാൽ മറ്റേ കൺസ്ട്രക്ഷൻ അല്ല പോലീസ് സ്റ്റേഷനില്ല. അതിൽ ഓൾ ദ ബെസ്റ്റ്. സോ ഗൈസ്, നമുക്കങ്ങനെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അവൻ വീണ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, നമ്മൾ എന്തായാലും വീഴുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് ആ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അവൻ ആദ്യം കൺസ്ട്രക്ഷൻ സൈറ്റ് എന്നും പറഞ്ഞു, പിന്നെയാണ് പോലീസ് സ്റ്റേഷൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നമുക്ക് ഫസ്റ്റ് വെറുതെ കൺസ്ട്രക്ഷൻ സൈറ്റ് വരെ പോയിട്ട് വരാം. എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ ഒന്നും അറിയില്ല, അതിൽ നോക്കാം. മിക്കവാറും നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് തന്നെ കാർ അടിച്ച് മാറ്റേണ്ട വരും. ഒരു കാർ അടിച്ച് മാറ്റി ഇവിടെ വലിയ ചേസൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇത് ഏത് കാറാണെന്ന് ഒരു സത്യമായിട്ട് എനിക്ക് പോലും അറിയില്ല ഗൈസ്. ഡൊമിങ്കോസ് രാവിലെ വിളിച്ചിട്ട് ഒരു കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇറങ്ങി തിരിച്ചാണ്, ഒറ്റ മൈൻഡല്ലേ പിന്നെ നമ്മൾ. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകാം. കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോകാനുള്ള വഴിയൊന്നും എനിക്കറിയില്ല. 4 ഭൂമി ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ദിവസം കൺസ്ട്രക്ഷൻ സൈറ്റിൽ എത്തിയിരിക്കും. ഞാൻ ഭയങ്കര പ്രോ ഡ്രൈവിങ് സ്കിൽസ് കാരണം കണ്ട ഒരാളെ അങ്ങോട്ട് തട്ടിക്കളഞ്ഞു. നമുക്ക് അവർക്ക് വേണ്ടി നിങ്ങളെൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക, അപ്പോൾ അവർക്ക് ശാന്തി കിട്ടട്ടെ. അങ്ങനെ നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റ് എത്തിയില്ല, എവിടെ എത്തിയില്ല. നമ്മളിത് ഇവിടെ കിടന്ന് തന്നെ വട്ടം ചുറ്റുവാണ്. ഇപ്പോഴത്തെയാണ് വണ്ടി കണ്ട ഓട്ടോമാറ്റിക് ഡോറൊക്കെയാണ് ചെരിയുമ്പോൾ ഓപ്പൺ ആവും. ഏത് സീനല്ലേ. നമ്മൾ അടിച്ചു മാറ്റാൻ പോണ വണ്ടിയുടെ വല്ല ഗസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്കെന്തായാലും പെട്ടെന്ന് നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോവാം. എനിക്ക് തോന്നുന്ന കൺസ്ട്രക്ഷൻ സൈറ്റ് അവർ അടച്ചു പൂട്ടി ഇങ്ങനെ ഈ സ്ഥലമാക്കിയെന്നാണ്. ഇവിടെ എങ്ങാണ്ട് അല്ലല്ലോ കൺസ്ട്രക്ഷൻ സൈറ്റ്, ഇവിടെ പോയി. സോ ഗൈസ്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോവാം. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് കാണാം. സോ ഗൈസ്, നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനിങ്ങനെ സാധാരണ ആലപ്പോൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന കാണിച്ചിട്ട് നൈസായിട്ട് ഇവിടെ നിർത്തിയിട്ട് നേരെ നമ്മളെ പുതിയ വെപ്പൺസും കുറേ കാര്യങ്ങളുണ്ട്. നമുക്കൊക്കെ പതിയെ യൂസ് ചെയ്യാം. അങ്ങോട്ട് പൊട്ടിച്ചു വിട്ടേക്കും അങ്ങനെയൊക്കെ. ടപ്പേ പൊട്ടിയിട്ടല്ലേ. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, വേറെ നോക്കെടുക്കാം. ഇത് വെച്ച് അങ്ങനെ വെടിവെച്ച് ഇതെന്താണ്? വന്നോളാം. അവൻ്റെ അസ്ഥാനത്തിൽ തന്നെ വെടിവെക്കാം നമുക്ക്. ചത്ത് ഇവനും കൂടെ ഉള്ളു. വെടിവെച്ച് അത് തീർന്നു ഗൈസ്. സോ ഗൈസ്, നമ്മുടെ കാർ ഏകദേശം എവിടെയും കാണുന്നില്ല. എനിക്കൊന്നും പുറകിലാണ്. മസ്താങ്ക സീൻ ഗൈസ്. ഡൊമിങ്കോസ് നമ്മളെ പറ്റിച്ചൊന്നുമില്ല ഗൈസ്. നമുക്ക് നല്ല കിടിലൻ കാർ തന്നെയാണ് സെറ്റ് ചെയ്യാൻ നിൽക്കണേ. ഡൊമിങ്കോസിനെ അറിയാം നല്ല കാർ തന്നെയാണ് അവനങ്ങോട്ട് തട്ടിക്കളയുന്നത്, അത് കാരണമാണ്. സോ ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക്. ഇവിടെ കിടക്കണ പോലീസ് സ്റ്റേഷനിലാണ് അത്രയും ചുറ്റി. വെറുതെ കൺസ്ട്രക്ഷൻ സൈറ്റ് തപ്പിപ്പോണ്ട ഒരു കാര്യമില്ലായിരുന്നു ഗൈസ്. നമ്മളെ പുറകെ പോലീസ് വന്നിട്ടുണ്ട് ഗൈസ്. അതാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോടൊന്നും പറയാതെ ഇങ്ങനെ പെട്ടെന്ന് പോയത്. ഭയങ്കര ടാക്ടിക്കൽ ബുദ്ധിയാണ്. ഇനി ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഞാൻ ഒന്ന് ചായ കുടിക്കാൻ പോയിട്ട് വന്ന ഗൈസ്. ഇപ്പോഴും പോലീസൊന്നും ഇല്ല, തിരിച്ച് പോവാമെന്നാണ് വിചാരിക്കുന്നത്. നേരെ പോലീസിൻ്റെ വായിലേക്ക് ഒച്ചച്ചാട്ടം. ഇനി ഇവിടെ നടക്കാൻ പോണ ഒരു വലിയൊരു ചേസാണ് ഗൈസ്.
ചേഞ്ചിൻ്റെ കാര്യം നമുക്ക് ഈ വഴിക്കറി നേരെ വീട്ടിലേക്ക് പോയാലോ? ഒരു ഷോർട്ട് കട്ടില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അയ്യോ, വണ്ടിയുടെ ബമ്പർ പോയി. വണ്ടിയുടെ കാര്യത്തിൽ തീരുമാനമായി. ഞാൻ തന്നെ ഇടിച്ച് വണ്ടി പപ്പടമാക്കിയിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് അയ്യോ, ഷോർട്ട് കട്ട് അവർ വീണ്ടും ചെറുതാക്കി. അല്ല, ഞാൻ തന്നെയല്ലേ ചെറുതാക്കിയത്, എൻ്റെ വീട്. ഗൈസ്, വണ്ടിയുടെ പരിപാടി ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോലീസ് പോയാൽ ഇത്ര എന്നെ കഷ്ടപ്പെടുത്തിയ പോലീസിനെ ഞാൻ വെറുതെ വിടുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്തായാലും ഈ വണ്ടി ഇവിടെ അങ്ങോട്ട് ഇട്ടിട്ട് പോവാന്നൊക്കെ ഞാൻ ഫസ്റ്റ് വിചാരിച്ചാൽ ഞങ്ങൾക്ക് അവരൊക്കെ അങ്ങോട്ട് തട്ടിക്കളഞ്ഞേക്കാം. മിസൈൽ ലോഞ്ചർ എടുത്തിട്ട് എല്ലാത്തിനും അങ്ങോട്ട് പെട്ടച്ചുവിടാം. ഫസ്റ്റ് വന്ന് തീർന്നു. തീ പിന്നെ ഫസ്റ്റ് തീർക്കാം. തീർന്നു. കണ്ട പറക്കണാണ്ട് എല്ലാവരും വെടി വെച്ചപ്പോൾ തന്നെ. പിന്നെ ആരാണ്? പിന്നെ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ. എവിടെ പോയി? ദേ അവിടെ വെടി വെച്ച് കറക്റ്റ് കണ്ട. അതിൻ്റെ എയിമൊന്നും തെറ്റൂലേ, ഒറ്റടി, അത്രേ ഉള്ളൂ. സോ ഗൈസ്, നമുക്കിനി പ്രദീപിനെ വിളിച്ച് നമ്മുടെ കാർ ശരിയാക്കാം. എല്ലാ പ്രദീപ്, ഞാൻ നിൻ്റെ കട വരെ വരട്ടെ, എന്നിട്ട് എൻ്റെ കാർ ശരിയാക്കി തരുമോ? ഓക്കെ ഫ്രാങ്ക്ലിൻ. ഗൈസ്, നമുക്ക് നേരെ പ്രദീപിൻ്റെ കട വരെ പോകാം. പ്രദീപിൻ്റെ കട എന്ന് വെച്ചാൽ ഈ അപ്പുറത്തെയാണ്. അത് പണ്ടൊരു പഴയ സ്കൂളായിരുന്നു. പിന്നെ നമ്മുടെ പടി ഭയങ്കര റിച്ചായിരുന്നു. അതങ്ങോട്ട് പൊളി ബോണറ്റും പറഞ്ഞു പോയി വണ്ടിയുടെ. അപ്പം ഇവിടെ പാർക്ക് ചെയ്താനും വിളിക്കാം. അല്ല പ്രദീപ്, എടാ വണ്ടി കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഓക്കേടാ, നീ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വാ, അപ്പോഴേക്കും ശരിയാക്കി വെക്കാം. സോ ഗൈസ്, ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ നമ്മുടെ വണ്ടിയൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. പഴയതിനൊക്കെ സൂപ്പറാക്കി ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. സോ നമുക്കിനി നേരെ റിയലെ ഷിൻചാൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ വണ്ടി കാണിച്ചു കൊടുക്കാം ഗൈസ്. പിഞ്ചാനിനി ഉടനെ വരും ഗൈസ്. നിങ്ങൾക്ക് പിഞ്ചാനെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഒരു ഹാർട്ട് ഇമോജി കമൻറ്റ് ചെയ്തേക്കാം ഗൈസ്. അപ്പം നമുക്കിനി നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പോലീസൊന്നും ഇല്ലെന്നാണ്. പോലീസൊക്കെ നമുക്ക് ഒന്നുമല്ല. പോലീസൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്, മനസ്സിലായി. ഇതാണ് 2-3 പോലീസ് മാത്രമേ വന്നുള്ളൂ. അപ്പം നമുക്ക് നമ്മളെ വണ്ടി ഇവിടെ പെർഫെക്റ്റായിട്ട് ഇടിച്ചിടിച്ച് വലിയ കുഴപ്പമില്ല, പെർഫെക്റ്റായിട്ട് പാർക്ക് ചെയ്ത് നമുക്ക് റിയനെ ചിൻചാനും പോയി വിളിച്ചിട്ട് വരാം. റിയ ചിൻചാനൊക്കെ കാണുമ്പോൾ ഈ വണ്ടിയൊക്കെ ഇത് വിഷയാതൊക്കെ പറയുന്നു തോന്നുന്നു. കറുത്ത കളറൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. കാരണം ഡൊമിങ്കോസാനനുസരിച്ച് ചെയ്തതാണെന്ന് അറിയില്ല. സോ റിയ ആൻഡ് ചിൻചാൻ പെട്ടെന്ന് താഴത്തേക്ക്. ഓക്കെ ഫ്രാങ്ക്, ഞങ്ങളിതായിപ്പോൾ വരാം. നമ്മളങ്ങനെ റിയയുടെ ചിൻചാൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അവർ പെട്ടെന്ന് താഴത്തേക്ക് വരും. അപ്പോഴേക്കും നമുക്ക് താഴത്തായിട്ട് ആ വണ്ടിയുടെ പൊട്ടിയ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് കൈ വെച്ചൊന്ന് സെറ്റാക്കി വെക്കുക. അപ്പോഴേക്കും ആരും ഒച്ച പോലെ എഴിഞ്ഞു വന്നോളും. ഭയങ്കര സ്ലോ ആണ് അവർ. ഇത് പറയാനേ ഞാൻ മാത്രമേ ഈ വീട്ടിൽ ഭയങ്കര സ്പീഡായിട്ടുള്ളൂ. പിന്നെ ഞാൻ ഭയങ്കര ജിമ്മിനൊക്കെ ലേസ്, എൻ്റെ മസിലൊക്കെ ഇപ്പോൾ ഭയങ്കര വിഷയമാണ്. സോ ഗൈസ്, റിയ ചിൻചാനും ഇവിടെ വന്നിട്ടുണ്ട്. റിയ ആൻഡ് ചിൻചാൻ എങ്ങനെയുണ്ട് നമ്മളെ കാറ്? നിങ്ങൾക്ക് ഇഷ്ടമാണ്? എൻ്റെ ഫ്രാങ്കിലെ ഇതാ മസ്റ്റാങ്കിലെ ഇത് പൊളിക്കാറ് വിഷയം കാറ് തന്നെ ഇത്. സോ ഗൈസ്, റിയൊക്കെ ചിൻചാനും നമുക്ക് നമ്മുടെ ആവശ്യമാണ്. നിങ്ങൾക്ക് ഈ ആവശ്യമായ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കാണാം.